വടകരയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ വെളിപ്പെടുത്തലുമായി കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ അഹമ്മദ്. ഡയറക്ടർ ബോർഡ് അംഗം റിനീഷാണ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയത്. സൊസൈറ്റിയുടെ പണം വ്യാജരേഖ ഉപയോഗിച്ച് തട്ടിയെടുത്തു. ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ഇത് കണ്ടെത്തുന്നതിൽ സൊസൈറ്റി ഭരണസമിതിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നും ബഷീർ അഹമ്മദ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നിക്ഷേപകൻ ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് വലിയ വിവാദത്തിലായ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ബഷീർ അഹമ്മദ് മാതൃഭൂമി ന്യൂസ് ചേരുകയാണ്. വലിയ ആരോപണങ്ങളാണ് ഈ സൊസൈറ്റിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഒരാളുടെ ആത്മഹത്യയിലേക്ക് നയിക്കുകയുണ്ടായി. എങ്ങനെയാണ് അത് സംഭവിച്ചത്? നമ്മളുടെ ഇപ്പം സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തിയ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, റിനീഷ് എന്ന് പറഞ്ഞിട്ട്. അയാൾ വന്നത് ഒരു പ്രോജക്റ്റ് ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഫണ്ട് കണ്ടെത്തി ചെയ്യാം. അപ്പം നമ്മൾക്ക് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. ഒരു ഭരണത്തിലുള്ള ഒരു പ്രസിഡന്റ് പെട്ടെന്ന് ഒഴിവായി പോവുകയും അവിടെ ഒരു ഒഴിവ് വരികയും അദ്ദേഹം എടുത്ത കുറേ വർക്കുകളൊക്കെ ബ്ലോക്കായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇയാളെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഫണ്ട് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇബ്രാഹിം ഹാജിയെയും അദ്ദേഹം ഒരു ദിവസം അവിടെ കൊണ്ടുവന്ന് പണം നിക്ഷേപിക്കുന്നത്. ഇയാളെ അവിടെ നിക്ഷേപിച്ചത് പലരുടെയും പേരിലാണ് നിക്ഷേപിച്ചത്. നിക്ഷേപിച്ചിട്ടുണ്ട് 22 ലക്ഷം ഉറുപ്പികയോളം. 24 ലക്ഷം ഉണ്ടായിരുന്നു, 2 ലക്ഷം ഒരിക്കൽ കൊടുത്തു. അത്യാവശ്യമാണ് ചികിത്സക്ക് എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു. മറ്റുള്ള ബന്ധുക്കളുടെ പേരിൽ ബന്ധുക്കളുടെ പേരിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ആ ബന്ധുക്കൾ കൊടുത്തിട്ട് നിക്ഷേപിച്ചതോ ഇനി ഇയാൾ തന്നെ കൊണ്ടുവന്ന് ഇയാൾ പണം അവരുടെ പേരിൽ നിക്ഷേപിച്ചതോ എന്ന് സംശയമുണ്ട്. അത് ഒന്നും കൃത്യമായിട്ട് നമ്മൾ 75 ലക്ഷം അങ്ങനെ പറയുന്നത് ഇല്ല. 75 ലക്ഷം ഇല്ല, ഈ 22 ലക്ഷത്തിൽ ഇതെല്ലാം ഉൾപ്പെട്ടു. ഈ റിനീഷാണല്ലോ വാങ്ങുന്നത്. റിനീഷ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെയും കൂടുതൽ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓഫർ ചെയ്ത സംഖ്യ ഇവൻ ഡയറക്റ്റാണ് കൊടുക്കുന്നത്. അതൊക്കെ അങ്ങനെ ഇവൻ ഈ രൂപത്തിൽ ചെയ്ത് വലിയ അലിഗേഷൻസ് ഉണ്ടാക്കിയിട്ട് 2,16,00,000 രൂപയുടെ അലിഗേഷൻസാണ് ഇവൻ്റെ പേരിൽ നമ്മൾ കണ്ടെത്തിയത്. അതൊരു ഇന്റേണൽ ഓഡിറ്റ് വെച്ചപ്പോൾ ആ ഓഡിറ്റിൽ കിട്ടിയതാണ്. ഇത് നഷ്ടത്തിലേക്ക് വന്നത് ഇവൻ ഈ അലിഗേഷൻസ് നടത്തി. ആളുകൾക്ക് പണം കൊടുത്തില്ല, ഇൻട്രസ്റ്റും കൊടുക്കൽ ബ്ലോക്കായി. ഇവൻ റിയൽ എസ്റ്റേറ്റ് ഇതിന്റെ പണം മാറ്റി മറിച്ച് റിനീഷ് ലാവിഷായി ജീവിക്കലായിരുന്നു. ബാങ്കിൽ നിന്ന് പണം ഡയറക്റ്റ് പിൻവലിക്കുന്നത് പല രൂപത്തിലുള്ള വൗച്ചറുകളും ഹാജരാക്കിയിട്ടാണ് കൊടുക്കുക. പക്ഷെ ആ വൗച്ചറുകളൊക്കെ വ്യാജമായിരുന്നു. നേരെ പോയിട്ട് ഇവൻ സൊസൈറ്റീൻ്റെ കാർഡൊക്കെ ഉണ്ട് കയ്യിൽ. സൊസൈറ്റിയുടെ മാനേജറാണ്, പ്രൊജക്ട് മാനേജറാണെന്നുള്ള അതൊക്കെ വെച്ചുകൊണ്ട് സൊസൈറ്റീൻ്റെ വണ്ടി എടുത്താണ് പോവുക. അപ്പം വലിയ നിക്ഷേപകരായ ആളുകളെ കണ്ടെത്തിയിട്ട് നമ്മൾ അങ്ങനെ തരും, ലാഭം ഇങ്ങനെ തരും, 15% തരും, 18% തരും, തോന്നുന്ന പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്ന് പണം വാങ്ങും. ആളുകൾ നിക്ഷേപിക്കും. അവിടെ പണം രേഖ എത്തിക്കാത്തതിൽ അവർ വന്ന് ഓഫീസിൽ ബഹളം വെക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇവനും കൂടി ഇടപെട്ടിരുന്ന നിങ്ങൾ ബോണ്ട് കൊടുക്കും, ഞാൻ പൈസ നമ്മൾ ഇതിൽ അക്കൗണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വളരെ തന്ത്രപരമായിട്ട് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന്. അത് നമ്മൾ സമ്മതിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് നേരത്തെ തന്നെ ഈ ക്രമക്കേട് കണ്ടപ്പോൾ നടപടി എടുത്തതാണ്, അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മൾ അത്ര വിശ്വസിക്കുന്നില്ല. അതെല്ലാം ഇപ്പോൾ എന്താണ് അങ്ങനെ പറയുന്നതെന്നും അറിയില്ല. അയാളിപ്പോഴും ഒരു നല്ല ഒരു കോൺഗ്രസ്സുകാരനാണ്, ഒരു ആദർശവാദിയായ കോൺഗ്രസ്സുകാരനായിട്ടാണ് നമുക്കൊക്കെ ബോധ്യപ്പെട്ടത്. എനിക്ക് ഇനി പറയാനുള്ളത്, ഈ നിക്ഷേപകരായ ആളുകൾ ഈ വിഷയത്തിൽ ഒരാശങ്കയും ആവശ്യമില്ല. അത് നമ്മൾ പ്രതിജ്ഞാപ്തമാണ്. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ബാങ്കിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അത് ക്രമക്കേട് നടത്തിയ റിനീഷ് എന്ന ആൾക്കെതിരെ ബാങ്ക് നേരത്തെ നടപടിയെടുത്തിട്ടുണ്ട്. ഇത് കേസുമായി പോലീസ് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. ജോം ടി കെക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.